ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നാളെ വലിയ രീതിയിലുള്ള ഒരു നിർണായകമായിട്ടുള്ള ദിവസമാണ് അവരുടെ. കാരണം അവര് ജന്തർ മന്ദറിൽ ഒരു വലിയ പ്രതിഷേധം അവര് രൂപീകരിക്കുകയാണ്. അഭിജിത് ദീപ്കെ ഇപ്പോ അമേരിക്കയിൽ നിന്ന് എത്തും, അവിടെ നിന്ന് നാട് കടത്തുന്നതാണെന്നും പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അവൻ ഇവിടെ എത്തുമ്പോൾ അവിടെ എല്ലാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആൾക്കാരും തടിച്ചുകൂടണം, നിങ്ങൾ വരുമ്പോൾ വെറുതെ വന്നാൽ പോരാ, നിങ്ങളുടെ കയ്യിൽ കുറുപടികളും പെപ്പർ സ്പ്രേകളുമായിട്ട് വരണം എന്നാണ് ഇവിടെയുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ പറയുന്നത്. 50% റിസർവേഷൻ സ്ത്രീകൾക്ക് വേണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പ്രസ് മീറ്റ് 3 പുരുഷന്മാരാണ് നടത്തിയത്. ഇതിൽ പോലും ഒരു സ്ത്രീയെ ഉൾപ്പെടുത്താത്തത് വലിയ വിമർശനം ഇപ്പൊ തന്നെ ഉയർന്നിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി ആ പാർട്ടിക്ക് ഞാൻ പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് സോനം വാങ്ചുക്ക് മിനിറ്റിന് വെച്ച് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഈ മിനിറ്റ് വെച്ച് പോസ്റ്റ് ഇടുമ്പോൾ സോനം വാങ്ചുക്ക് സി യു സൂൺ, കമ്മിങ്, ഐ ആം വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ ഇട്ടിട്ട് സോനം വാങ്ചുക്ക് വലിയ ആഹ്വാനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ വരാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന്റെ വീഡിയോസ് ആണ് ഇവർ ഇടുന്നത്. അതായത് പാറ്റകളുടെ വേഷത്തിലാണ് ഇവർ വരാൻ പോകുന്നത്. ചിറകും കൊമ്പും കൈയും എല്ലാം വെച്ചുകൊണ്ട് പാറ്റകളുടെ വേഷത്തിലാണ് ഇവർ വരാൻ പോകുന്നത്. പാറ്റകളുടെ വേഷത്തിൽ വന്നുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ അവിടെ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം അഥവാ എന്റെ പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ അറിയാലോ, കർഷക സമരം നടന്നപ്പോഴും പൗരത്വ നിയമ പ്രതിഷേധം നടന്നപ്പോഴും പ്രക്ഷോഭം നടന്നപ്പോഴും എല്ലാം കേന്ദ്ര സർക്കാർ വളരെയധികം അടങ്ങി ഒതുങ്ങിയിരുന്നു. കാരണം എനിക്ക് ഈ പ്രക്ഷോഭം അങ്ങ് ഇവരുടെ യഥാർത്ഥ തനി നിറം പുറത്തു വന്നപ്പോഴാണ് കേന്ദ്ര സർക്കാർ അവർക്കെതിരെ അടി തുടങ്ങിയത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പം ഇതുവരെ ജാമ്യം കിട്ടാത്ത ഉമർ ഖാലിദിന് ജാമ്യം കൊടുത്ത് പുറത്തിറക്കി നിർത്തിയിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ ഒരു സാഹചര്യത്തിൽ എവനെ കൂടെ ജാമ്യം കൊടുത്ത് പുറത്തിറക്കി നിർത്തണമെങ്കിൽ അല്ലെ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഉമർ ഖാലിദും പുറത്തേക്ക് ഇറങ്ങിയത്. അതായത് കേന്ദ്രത്തിന് എല്ലാവരും റെഡി ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സംഘാടകൻ എന്ന് പറയുന്നത് ധ്രുവരാജ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നവനാണ് എന്നുള്ള റിപ്പോർട്ട് ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും പ്രതിഷേധം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നമുക്ക് ധ്രുവരാജ്യം പോയി പിടിച്ചകത്തിടാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നാളെ ഇവരുടെ പ്രതിഷേധം എങ്ങനെയായിരിക്കും? സമാധാനപരമായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ഉത്തർപ്രദേശിൽ ഒരു ആശുപത്രിക്കകത്ത് കയറി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു പാർലമെന്റ് ഒരു അംഗം ഡോക്ടറെ ചെവിക്കുറ്റി അടിച്ച് നിരിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അങ്ങനെ പല പല വാർത്തകൾ പല സ്ഥലത്തുനിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പൊ ബിജേട്ടൻ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഈ ദില്ലിയൊക്കെ കണ്ട ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഇത്രയും നാള് നമ്മുടെ രാജ്യത്ത് നടന്ന പ്രതിഷേധങ്ങളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കിയ നിലയിൽ എന്തായിരിക്കും ഇവർ നാളെ ചെയ്യാൻ പോകുന്നത്? അത് അറിയാനായിട്ട് വളരെ വലിയ ആകാംക്ഷയുണ്ട് എല്ലാവർക്കും. ഒന്ന് ഇപ്പൊ ഈ നമ്മുടെ രാജ്യത്ത് ഈ വിദേശങ്ങളിലൊക്കെ മനുഷ്യ കണ്ടിട്ടുണ്ടാകും, നമ്മൾ ഇന്റർനാഷണൽ ന്യൂസ് ഒക്കെ കാണുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രതിഷേധങ്ങളിൽ ഇതുപോലുള്ള വേഷം കെട്ടി ആളുകൾ വരാറുണ്ട് പ്രതിഷേധത്തിന്. തുണി ഉടുത്തും തുണി ഉടുക്കാതെയും പിന്നെ തലയിൽ വലിയ ഓരോ ഇതൊക്കെ വെച്ചും ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്ത് വരുന്ന ഒരു രീതി. പാട്ടും ഡാൻസും. പാട്ടൊക്കെ ഇവിടെ ഇടതുപക്ഷക്കാർ നേരത്തെ തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ആസാദി എന്നൊക്കെ പറഞ്ഞ് കൊട്ടിപ്പാടി അതൊരു പഴയ സാധനമാണ്. പക്ഷെ വേഷം കെട്ടി വരുന്നതിന് കുറച്ചുകൂടെ പുതുമ ഉള്ള ഒരു കാര്യം കൂടിയാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 50% സംവരണം കൊടുക്കും എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയെ, ഈ കോക്രോച്ച് പാർട്ടിയുടെ നാളത്തെ പരിപാടിയെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട്, RJD അധ്യക്ഷൻ എത്തിയിട്ടുണ്ട്, സമാജ്വാദി പാർട്ടി എത്തിയിട്ടുണ്ട്, എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, SFI എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഈ കോക്രോച്ച് പാർട്ടിയുടെ നേതാക്കള് ഈ പാർട്ടിയോട് പറയണം, നിങ്ങൾ പോയി പാർലമെന്റിൽ BJP കൊണ്ടുവന്ന ആ ബില്ലിനെ സപ്പോർട്ട് ചെയ്യൂ, 50% സ്ത്രീകൾക്ക് കിട്ടിക്കോട്ടെ എന്ന് പറയണ്ടേ? അവരിതുവരെ ചെയ്തിട്ടില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനകത്ത് വരുന്ന ഒരു കാര്യം ധനുഷ്, ഇത് ഈ നമുക്ക് ഒരു സംഘടനാ ചട്ടക്കൂടില്ലെങ്കിൽ ജന്തർ മന്ദർ പോലുള്ളിടത്ത് ഒരു പ്രതിഷേധം എങ്ങനെ പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി അഥവാ രഹസ്യാത്മകമായിട്ടൊരു സംഘടനാ ചട്ടക്കൂട് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോ ഒരു കൂട്ടം ആളുകൾ ഒത്തുകൂടി കഴിഞ്ഞാൽ ഇത് കൺട്രോൾ കിട്ടില്ല. പ്രത്യേകിച്ച് ഇവരെല്ലാം വരുന്നവർ SFI വരുന്നുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനകൾ ചിലത് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ സോനം ചോഗിന്റെ സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട്, RJDയുടെ വാൻചുക്കിന്റെ പങ്കെടുക്കുന്നുണ്ട്, RJD പങ്കെടുക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ പങ്കെടുക്കുന്നുണ്ട്, സകലമാന ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നു. എന്റെ ഒരു സംശയം ഞാൻ പറയുകയാണ്, ഇതിൽ BJPയുടെ RSSന്റെയും കുറെ കേഡർമാര് പങ്കെടുത്താൽ എങ്ങനെ അറിയാൻ കഴിയും? നാളെ സംഭവിക്കാൻ പോകുന്നത്, ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നാളെ സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും തരത്തിൽ കുപ്പിയോറോ കല്ലേറോ അതിനപ്പുറത്തേക്കൊന്നും നടക്കാൻ സാധ്യതയുണ്ട്. നടന്നാൽ ഇവര് നാളത്തെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം വരുന്നൊരു വാർത്ത ഞാൻ പറഞ്ഞു തരാം, RSSകാർ നുഴഞ്ഞു കയറി അക്രമം ഉണ്ടാക്കി. ഹെഡിങ് ഇപ്പോഴേ പറഞ്ഞുതരാം ഞാൻ. ഇതാണ് നാളത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരാൻ പോകുന്നത്. അങ്ങനെയാണല്ല സംഭവം. കാരണം ഇതിനകത്ത് വിവിധ സംഘടന ഉണ്ട്. ഉമർ ഖാലിദിന് ധനുഷ് നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. ജാമ്യം കൊടുത്ത അമ്മയെ കാണാനാണ്, അമ്മയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുത്തു. ഈ സമയം നോക്കി ജാമ്യം കൊടുത്തത് അതിനെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, കോടതിയാണ് ജാമ്യം കൊടുക്കുന്നത്, അതിനെ എതിർത്തിട്ടില്ല ജാമ്യത്തിന്. അത് സർക്കാർ എതിർത്തിട്ടില്ല. അപ്പം ഈ കൊടുത്തിരിക്കുന്ന വെച്ചാൽ ഇനി ഇവൻ വന്നിട്ട് ഇവന്റെ കസ്റ്റഡിയിലുള്ള ആൾക്കാരെയും കൂടി ഇതിൽ വിട്ടുകൊടുക്കും. അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു അറിയേണ്ടതായിട്ടുണ്ട്.
അപ്പം ഇങ്ങനെയുള്ള എസ് ടി പിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്, എസ് ടി പിക്കാരുണ്ട് പിന്തുണ. അങ്ങനെ സകലമാന പാർട്ടികളാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെങ്കിലും പഴുതാരയും തേരട്ടയും എല്ലാം ഇതിന് പിന്തുണ കൊടുത്ത് പിന്തള്ളിയുണ്ട്. അപ്പൊ ഇതിനകത്ത് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസത്തിന് മുമ്പ് ജന്തർ മന്ദിറിൽ ഒരു പരിപാടി നടത്തണമെങ്കിൽ പെർമിഷൻ കൊടുക്കണം. അത് നിയമമാണ്, സുപ്രീം കോടതി നിയമമാണ്, പോലീസിന്റെ നിയമം മാത്രമല്ല, സുപ്രീം കോടതി നിയമമാണ്. ഇതുവരെ ഇവര് പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ല. ഇന്നലെ ഈ ഇവരുടെ വാർത്താ സമ്മേളനം നടത്തിയ സൗരഭ് ദാസ് എന്ന് പറയുന്ന ആ ഇവരുടെ വക്താവ് പറയുന്നത്, ഞങ്ങള് നാളെ പോയിട്ട് പെർമിഷൻ എടുക്കുന്നു, നാളെയാണ് പരിപാടി, നാളെ പോയിട്ട് പെർമിഷൻ എടുക്കും. നമ്മുടെ ലോകത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവങ്ങൾ നടത്തും, നമ്മളൊക്കെ പലരും ഉത്സവ കമ്മിറ്റിക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ആ ദിവസം പോയി കഴിഞ്ഞാൽ മൈക്ക് സാക്ഷൻ കിട്ടും പോലീസിന്റെ ഇല്ല, 3 ദിവസം മുമ്പെങ്കിലും മിനിമം കൊടുക്കണം. നമ്മളൊരു പ്രകടനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ, പാർട്ടിക്കാർ പ്രകടനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോണിൽ കൂടെങ്കിലും, പ്രമുഖ പാർട്ടികളൊക്കെ ആണെങ്കിൽ ഫോണിൽ കൂടെങ്കിലും പറയാം ഞങ്ങൾ ഇങ്ങനെ പ്രകടനം നടത്തുന്നുണ്ടാണ്. അപ്പൊ അതിന് റൂൾസ് ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ഓരോ നടത്തുന്നത്. അപ്പം 7 ദിവസം മുമ്പ് നടത്തേണ്ട ഒരു പരിപാടി. അപ്പൊ അതിനർത്ഥം ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പോലീസിന്റെ പെർമിഷൻ ഇല്ല, പോലീസിന് നാളെ ചെന്ന് പറഞ്ഞാൽ പോലീസിന് പെർമിഷൻ കൊടുക്കാൻ വകുപ്പില്ല. 7 ദിവസം മുമ്പ് കൊടുക്കണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയും ഒപ്പം തന്നെ പോലീസിന്റെ നിയമവുമാണ്. ആ 7 ദിവസം മുമ്പ് ഇവർ കൊടുത്തിട്ടില്ല. നാളെ പരിപാടിയുടെ അന്ന് രാവിലെ പോയി പെർമിഷൻ ചോദിച്ചാൽ പോലീസ് കൊടുക്കുമോ? കൊടുക്കാൻ അവർക്ക് വകുപ്പില്ല. വകുപ്പുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. വകുപ്പില്ല, അപ്പൊ അവർ കൊടുക്കത്തില്ല. കൊടുക്കാതെ അനുമതി ഇല്ലാതെ ജന്തർ മന്ദിറിൽ ഒരു പ്രതിഷേധം നടത്താൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമല്ലേ? ഇപ്പൊ നമുക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് തോന്നുന്നപടി നമുക്ക് സമരം ചെയ്യാൻ പറ്റും. അവിടെ ഒരുപാട് സമരക്കാർ നടക്കുന്നുണ്ട്. അതിനൊരു നിയമാവലി ഇല്ലേ എല്ലാത്തിനും? അപ്പം ജന്തർ മന്ദിർ കണക്ക് അവിടെ എല്ലാത്തിന്റെയും ഒരു വേദിയാണ് ജന്തർ മന്ദിർ. അതല്ലാതെ ഈ പ്രതിഷേധിക്കുവാനും ഒപ്പം തന്നെ മറ്റു പരിപാടികൾക്ക് ഒക്കെ കൊടുക്കുന്ന ഒരു വേദി. അവിടെ ഒരു കൂട്ടം ആളുകൾ അതിക്രമിച്ച് കയറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്വാഭാവികമായിട്ട് പോലീസ് നടപടി എടുത്തല്ലേ പറ്റൂ. നിയമമാണ് ഞാൻ പറയുന്നത്. പോലീസ് നടപടി എടുക്കണമെന്നോ എടുക്കരുതെന്നോ അല്ല പറയുന്നത്, നിയമമാണ്. പോലീസ് നടപടി എടുക്കാതിരുന്നാൽ നമ്മൾ എന്ത് പറയും? പോലീസ് കയ്യും കെട്ടി നോക്കിയിരുന്നു, ജന്തർ മന്ദിറിൽ അവർ വന്ന് കയ്യേറി എന്നല്ലേ പറയൂ. ഇത് ഇവരെ തടഞ്ഞില്ലെങ്കിൽ നാളെ വേറെ സംഘടനകൾ വരും ജന്തർ മന്ദിറിൽ കയറിയിരിക്കാൻ. അപ്പൊ പോലീസിന് എന്ത് പറയാൻ പറ്റും? അപ്പൊ നിയമം പോലീസിന് പാലിച്ചാൽ പറ്റും. നിയമം മാത്രം പോലീസ് പാലിച്ചാൽ മതി. പോലീസ് എക്സ്ട്രാ ആയിട്ട് ഒരു പണി എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ പോലീസ് നടക്കാൻ സാധ്യതയില്ല. മിക്കവാറും ഇവരുടെ പ്രകടനം വരുമ്പോൾ ഇതിന് തടയാനുള്ള സാധ്യതകളാണ് കൂടുതൽ വരുന്നത്. തടഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതി, കാരണം ഇതിനകത്തുള്ള ആളുകളൊന്നും ഒരു ഏകീകൃത സ്വഭാവമുള്ളതല്ല. ഇപ്പൊ CPM ആണെങ്കിലും BJP ആയാലും കോൺഗ്രസ്സുകാരുടെ പ്രകടനം വരികയാണെങ്കിൽ അവരുടെ ലീഡേഴ്സിന് ഇതിനകത്ത് പങ്കെടുക്കുന്നവരെ കുറിച്ചൊക്കെ അറിയാം. ഇവർ നേരത്തെ തന്നെ പറയും നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ പ്രതിഷേധം, ഇല്ല കല്ലെറിയണമെങ്കിൽ പോലും അവർ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. ഇത് അങ്ങനെയല്ല, ആർക്കും ആരെ അറിയത്തില്ല. പല സ്ഥലത്തുനിന്നും പല ആൾക്കാരും ഒത്തുകൂടുന്നു. ഇതിൽ കഞ്ചാവ് അടിച്ചിട്ട് വരുന്നവൻ കാണും, കള്ളു കുടിച്ചിട്ട് വരുന്നവൻ കാണും, വേറെ എന്തെങ്കിലും കഴിച്ചിട്ട് വരുന്നവൻ കാണും. അവൻ അവന്റേതായ രീതിയിൽ അവൻ റിയാക്ട് ചെയ്യും. ഇങ്ങനെയല്ലേ ലോകത്തെല്ലായിടത്തും ജൻസി കലാപങ്ങൾ തുടങ്ങുന്നത്? ഏകീകൃത സ്വഭാവത്തോടെ ജൻസി കലാപം ഈ ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല, ഒരിടത്തും നടന്നിട്ടില്ല. ഇതിന്റെ ലീഡർമാർ ആരാണെന്ന് ഇന്ന് വരെ ജൻസി കലാപത്തിന്റെ ലീഡർമാർ ആരാണെന്ന് അറിയില്ല. അല്പമെങ്കിലും ഏകീകൃത സ്വഭാവത്തിലേക്ക് വന്നൊരു കലാപം നമ്മൾ കണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ അത് ജമാഅത്ത് ഇസ്ലാമിക്ക് അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്തത്. പക്ഷെ ബാക്കിയുള്ള നേപ്പാളിൽ ആരായിരുന്നു ലീഡർ? ആരുമില്ല. ഒരു സ്ഥലം ഈ പ്രധാനമന്ത്രിയാക്കാൻ ഒരു ലീഡറെ ചോദിച്ചപ്പോൾ 36 പേരുടെ പേരാ കൊടുത്തത്. 36 ലീഡർമാര്. ഇങ്ങനെയാണ് അതിന്റെ കഥകളൊക്കെ പോകുന്നത്. അപ്പം ലീഡർമാരില്ല, എന്നുമില്ല ലീഡർമാര്. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് സാധനം. അപ്പം ഇവര് നാളെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഇതിന്റെ എന്താണ് ദേശീയ അധ്യക്ഷനാണോ ഇന്റർനാഷണൽ അധ്യക്ഷനാണോ പുള്ളി അമേരിക്കൻ വരുന്ന അദ്ദേഹം പറഞ്ഞു എയർപോർട്ടിലെ കാര്യം വരരുത്, കാരണം എയർപോർട്ടിന്റെ ഭാഗത്ത് തടിച്ചുകൂടാൻ അനുവാദമില്ല, അത് നിയമമാണ്, വരരുത്, നിയമം അനുശാസിക്കുന്നില്ല എന്ന് പറയുന്നു. 2 കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇതിനകത്ത് വേറൊരു ടീമാണ് പറഞ്ഞത് കുറുവടിയും കല്ലും സോഡാകുപ്പിയൊക്കെ ആയിട്ട് നിങ്ങൾ എയർപോർട്ടിൽ വരണമെന്ന് പറഞ്ഞു. എയർപോർട്ടിന്റെ പരിസരത്ത് ആൾ കൂടാൻ പറ്റില്ല, അത് നിയമമാണ്. അത് ദില്ലിയിലും അതേ നിയമം തന്നെയാണ്, കേരളത്തിലും അതേ നിയമം തന്നെയാണ്. 2, ജന്തർ മന്ദിറിൽ അനുമതി ഇല്ലാതെ പ്രതിഷേധിക്കാൻ അനുവദിക്കില്ല. അത് 101% ഉറപ്പാണ്. അതിന് പെർമിഷൻ വാങ്ങിയേ പറ്റൂ. 2ാമത്തെ കാര്യം, എന്തിന് ആ ജന്തർ മന്ദിറിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തണമെങ്കിൽ പോലും അനുമതി വാങ്ങണം. പെട്ടെന്നുള്ള പ്രതിഷേധത്തിന് പോലീസിന് അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള പെർമിഷൻ ഉണ്ട്, നിയമം പറയുന്നുണ്ട്. നമ്മളിപ്പോ റോഡിൽ കൂടെ 10 പേര് കൂടി മുദ്രാക്കം വിളിച്ചൊന്ന് പോയി നോക്കി, നമുക്ക് അധികം ദൂരം പോകാൻ പറ്റില്ല, പോലീസ് വരും, അവർ തടയും. അവർ ചോദിക്കും നിങ്ങൾ എപ്പോൾ നടത്തി, എന്ത് നടത്തി, എങ്ങനെ നടത്തി, പെർമിഷൻ എടുത്തോന്ന് ചോദിക്കും. പൊതു ഇടമാണത്, പൊതു സ്ഥലമാണ് റോഡ്. സ്വകാര്യം നമ്മുടെ പറമ്പിൽ കൂടെ നടത്തുന്ന കല്ലല്ലോ, നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ കൂടെ നടത്തുന്ന കല്ലല്ലോ. അപ്പൊ അവര് ചോദിക്കും, ഇതിപ്പോ എല്ലാ തരത്തിലും നിയമലംഘനം നടത്തിക്കൊണ്ട് നിയമവിരുദ്ധമായിട്ടാണ് അവർ ഒത്തുകൂടുന്നത്. ഇതാണ് ഇവരുടെ മോട്ടീവിന്റെ, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ജന്തർ മന്ദിറിലേക്ക് ഇവരെ കയറിയിരിക്കാൻ അനുവദിക്കുമെന്നറിയില്ല. അനുവദിച്ചാൽ ഇവര് പെടുന്നത് വലിയ ട്രാപ്പിലായിരിക്കും. വളഞ്ഞിട്ട് പൊക്കിക്കൊണ്ടുപോകാനാണ് സാധ്യത. എല്ലാം കൂടെ വന്ന് ഇരുന്നിട്ട് ഓരോരുത്തർ പെറുക്കിക്കൊണ്ടുപോകാൻ സൗകര്യമായിരിക്കും. അതായിരിക്കാൻ സാധ്യത കൂടുതൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ബാരിക്കേഡ് വെച്ച് വഴി തടയാൻ സാധ്യതയുണ്ട്. ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു വാർത്ത വരുന്നുണ്ട്, സത്യമാണോ തരത്തിൽ. ധനുഷ് നേരത്തെ പറഞ്ഞ അമേരിക്കയിൽ നിന്ന് അവർ പുറത്താക്കുന്നതാണെന്നാണ് ഞാൻ അറിയുന്നത് ഈ പാർട്ടിയെ. അപ്പം
മഹാരാഷ്ട്ര പോലീസിന്റെ അടുത്ത് 2019 ഒരു കേസിലെ പ്രതിയാണ് ഈ പറയുന്ന എന്താണ് അതിന്റെ അഭിജിത് ദീപ്കെ ആ കേസിലെ പ്രതിയാണ്. അതിന്റെ തുടരന്വേഷണം വരുന്നുണ്ട്. പിന്നെ അഭിജിത് ദീപ്കയുടെ പഴയകാല ചിത്രങ്ങളൊക്കെ വരുമ്പോൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഇല്ലെങ്കിൽ അതിനേക്കാളും വലിയ തീവ്രമായ സംഘടനാ നേതാക്കളുമായിട്ടൊക്കെ ചേർന്നുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് ഇവരുടെയൊക്കെ പിന്നിൽ എന്നുള്ളത് അറിയാൻ കഴിയും. ഏതായാലും ഇതിനു മുമ്പും ഇതേപോലെ പിന്തുണ കൊടുത്തിട്ടുള്ള പല സമരം ഡൽഹി നടന്നത്. അതിന് കോൺഗ്രസ്സുകാരന്മാരുടെയും ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ കണ്ട് തുള്ളാൻ നിൽക്കരുത്. ഇവന്മാര് പാലം വലിക്കും. പൗരത്വ ഭേദഗതി സമരം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ദില്ലിയിൽ സമരം ചെയ്തപ്പോൾ കോൺഗ്രസും അവരും എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ പിന്തുണയുണ്ട്. അവസാനം ആരുടെ പിന്തുണ ഉണ്ടായിരുന്നു? ആരുമില്ല. പാവം പിടിച്ച പോപ്പുലർ ഫ്രണ്ടുകാർ നിരോധിക്കപ്പെട്ടു. ഓടി നടന്ന് അടിമേടിച്ചു. ജമാഅത്ത് ഇസ്ലാമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഒക്കെ കുറച്ച് ദിവസമൊക്കെ നമ്മുടെ സഖാക്കന്മാർ അതിൽ പങ്കെടുത്തു. സഖാക്കന്മാർ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും അതിൽ പങ്കെടുത്തിട്ടുള്ളൂ, CPM-കാർ. ബാക്കി ആരും ഇതിൽ പങ്കെടുത്തില്ല. പുറമേ നിന്നുള്ള പിന്തുണയായിരുന്നു, പത്രത്തിൽ കൊണ്ടുള്ള പിന്തുണ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെ പിന്തുണ കൊണ്ട് ഇറങ്ങിത്തിരിക്കരുത്. സംഭവം ഇതാണ്, ഇവരൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. പക്ഷെ പോലീസ് ആത്മസംയമനം പാലിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവർ പെട്ടെന്നൊരു സംഘർഷത്തിലേക്ക് പോകാനും താല്പര്യപ്പെടുന്നത്. ഒന്നുകിൽ ഇയാളെ എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇയാൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രാജ്യത്ത് നിയമവിരുദ്ധമായി സംഘം ചേരുക എന്നുള്ളൊരു കുറ്റമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് യാതൊരുവിധ നിയമവും ഇല്ലാതെ ഒരു കൂട്ടം ആളുകളോട് വരാൻ പറയുകയാണ്, സംഘം ചേരുകയാണ്. അതായത് നിയമവിരുദ്ധമായി സംഘം ചേരാൻ ഇയാൾ ആഹ്വാനം ചെയ്തിരിക്കുക. അതിന്റെ ഒരു ഒറ്റ കാരണം മതി അയാളെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഞാനിവിടെ നിന്ന് ആഹ്വാനം ചെയ്യണം, നാളെ എല്ലാവരും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് വിഭാഗം എന്നെ വാച്ച് ചെയ്യും. ആരാണെന്ന് നോക്കും. സെൻട്രൽ ഇന്റലിജൻസ് നോക്കും, സംസ്ഥാന ഇന്റലിജൻസ് നോക്കും. സ്വാഭാവികമായി ഞാനൊരു പ്രശ്നകാരിയാണെന്ന് മനസ്സിലാക്കണം. എന്നെ എയർപോർട്ടിൽ വെച്ച് പിടികൂടാം, വീട്ടു തടങ്കലിലാക്കാം, അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വെക്കാം, എന്തും ചെയ്യാം. അതൊരു നിയമവിരുദ്ധം. രണ്ടാമത്തെ കാര്യം, ഇത് ഏതാണ് എന്താണ് രജിസ്ട്രേഷൻ ഉണ്ടോ ഒന്നുമില്ല, അതൊരു സംഘടന. പെർമിഷൻ എടുക്കാത്തത് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് ആകാനേ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുപേര് വരും. അതിപ്പോ എന്ത് സമരം നടന്നാലും ഡൽഹിയിൽ കുറെ പേരെ കിട്ടാൻ ഒരു പാടുമില്ല. കാരണം BJP ഒഴിച്ച് ബാക്കിയുള്ള സംഘടനയുടെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. JNU എന്നൊക്കെ ഉള്ള പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചിട്ട് ആ പിള്ളേരൊക്കെ കുറെ ഇറങ്ങും ഇതിനകത്ത്. പക്ഷെ ഈ ഇറങ്ങിക്കഴിഞ്ഞ് ഇവരൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. ഇന്നലെ മറിച്ചും തിരിച്ചും ഈ പറയുന്ന ഈ അവരുടെ വക്താവിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പെർമിഷൻ എടുത്തോ? ഇല്ല. എപ്പോ പെർമിഷൻ എടുക്കും? നാളെ എടുക്കും. അപ്പൊ പിന്നെ നിങ്ങൾ നിയമം, സുപ്രീം കോടതി നിയമമാണല്ലോ 70 ദിവസം മുമ്പ് എടുക്കണമെന്ന്. അത് 7 ദിവസം മുമ്പ് എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ നേതാവ് എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല. അദ്ദേഹമാണ് ഇതിന്റെയൊക്കെ മെയിൻ ഹെഡ്. അദ്ദേഹം വരുന്ന ഡേറ്റ് അറിഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റും. ശരി, ഡേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസം കിട്ടുമല്ലോ. അദ്ദേഹം ഡേറ്റ് ഇവിടെ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്നൊരു വ്യക്തിയൊന്നും അല്ലല്ലോ. അപ്പൊ അതും എടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്നെടുക്കും? നാളെ എടുക്കും. പരിപാടി നടക്കുന്നതിന് അന്ന് നിങ്ങൾ ചെന്നാൽ പോലീസ് പെർമിഷൻ തരുമോ? പോലീസ് പെർമിഷൻ തരത്തില്ല എന്നാണ് ആദ്യം ഈ പാർട്ടി പറയുന്നത്, വക്താവ് പറയുന്നത്. അതിനുശേഷം ഈ വക്താവ് പറയുന്നത് അപ്പോഴത്തേന് മാധ്യമപ്രവർത്തകർ, നിങ്ങൾ നിയമം പഠിച്ചൊരു വ്യക്തിയല്ലേ, അഡ്വക്കേറ്റ് അല്ലേ, അപ്പോൾ നിങ്ങൾക്കത് അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നാളെ ഞങ്ങൾ ചെന്നാൽ പോലീസ് പെർമിഷൻ തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പോലീസ് എന്താ നമ്മുടെ കുടുംബക്കാരും വല്ലതും ആണോ അത്? അങ്ങനെ തന്നെ. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു നിലപാട്. അതായത് ഒരു സംഘർഷം. കാരണം ഒരു പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഏറ്റവും നല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ സംഘർഷമാണ്. ഒരു ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എങ്ങനെ അതിന് നമ്മളൊക്കെ ഈ മാധ്യമ ഫീൽഡിലാണല്ലോ. ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് ബിഗ് ബ്രേക്കിംഗ് കൊണ്ടുവരും. ആരും കൊണ്ടുവരാത്തൊരു എക്സ്ക്ലൂസീവ് അല്ലേ, അത് കൊണ്ടുവന്നിട്ടാണ് ചാനൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. കാരണം അപ്പോഴാണ് ഈ ചാനൽ ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബ്രേക്കിംഗ് വരുമ്പോൾ. അങ്ങനെ ബിഗ് ബ്രേക്കിംഗ് കൊണ്ടുവന്നൊരു ചാനലാണ് മംഗളം. ഞാനും വർക്ക് ചെയ്തൊരു ചാനലാണ് മംഗളം. ആ മംഗളം കൊണ്ടുവന്ന് ബിഗ് ബ്രേക്കിംഗ് ആയിരുന്നു മറ്റേ ശശീന്ദ്രന്റെ ഹണി ട്രാപ്പ് കേസ്. ബിഗ് ബ്രേക്കിംഗ് ആയിരുന്നു. കേരളം മുഴുവൻ ഒറ്റയടിക്ക് എല്ലാവരും മംഗളം ചാനലിൽ വെച്ചു. മംഗളത്തിന് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടി ആദ്യമായി വരുമ്പോൾ ഒരു ബിഗ് ബ്രേക്കിംഗ് കൊണ്ടുവരണം. ഒന്നുകിൽ വലിയ ലോഞ്ചിങ് വെക്കണം. ഇപ്പൊ പ്രജാപതി പാർട്ടി, ജനസേന പാർട്ടി, ഈവൻ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ BDJS ഭയങ്കരമായ ലോഞ്ചിങ് അവർ വെച്ചത്. വെള്ളാപ്പള്ളിയിലേക്ക് വന്ന് ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന പ്രകടനം വലിയ ലോഞ്ചിങ് വെക്കും, വാർത്താ പ്രാധാന്യം നേടും. അപ്പൊ ഇവർക്ക് ലോഞ്ചിങ്ങിനായിട്ട് ഇവർ കണ്ടെത്തിയിരിക്കുന്ന അക്രമമാണ്, സംഘർഷമാണ്. നാളെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നാളെ നമ്മുടെ മലയാളത്തിലുള്ള എല്ലാ മീഡിയയും നാഷണൽ മീഡിയാസും എല്ലാം കൂടെ ഇപ്പോൾ ജന്തർ മന്ദറിന്റെ അവിടെ ക്യാമറ തൂക്കി നിൽക്കും. അത് ഒറ്റയടിക്ക് റീച്ച് കിട്ടുക. അതായത് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ കച്ചവടം നടക്കത്തുള്ളൂ. നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല, അതിന് പബ്ലിസിറ്റി കൊടുക്കണം മാക്സിമം. ആ പബ്ലിസിറ്റിയാണ് കോക്രോച്ച് പാർട്ടി നാളത്തെ ഇത് ഉദ്ദേശിക്കുന്നത്. അത് സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയില്ല, അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി അവിവേകം കാണിച്ച അടിയും കിട്ടും, യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്.